നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മെഡ്രാസിൽ ഇന്നലത്തുള്ള ഒരു ഭയങ്കരമായ ഒരു ഈവന്റിന് വളരെ നന്ദി. 1000 പേരുണ്ടായിരുന്നു. വിചാരിച്ചില്ല. ഇത്രയും നന്നായിട്ട് ഈവന്റ് നടത്തി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. വളരെ നന്ദി. ഇതുപോലെ തന്നെ ഈ moneypeach.com നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. എനിക്കിവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ആർട്ടിക്കിളായി ഇട്ടിട്ടുണ്ട്. അതിനെ നിങ്ങൾ വായിക്കുവാൻ വേണ്ടി വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അടിക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും വാങ്ങാത്ത പുസ്തകം ഉണ്ടെങ്കിൽ അതൊന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ കാരിക്കുടിയിൽ 21 തീയതി ഈവന്റ് ഉണ്ട്. സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയും ഞാൻ നമ്പർ Okay, sir. ആദ്യം വന്ന് ക്രിപ്റ്റോ കറൻസി എന്താണ് സാർ ഫ്രണ്ട് ഒരാൾ ഫോൺ വിളിച്ചു ഞാൻ ഒന്ന് പറയട്ടെ. പറഞ്ഞിട്ട് സർ എൻ്റെ സ്ഥലത്തിൽ തന്നെ അതേ തന്നെ സർ ഒരാൾ ഫോൺ വിളിച്ചു ഞാൻ 3 വർഷത്തിന് മുമ്പ് ₹1.90 ബെൽടെക്സിൽ ഒരു കോയിൻ വാങ്ങിയായിരുന്നു. ഇല്ല അത് വേണ്ട ടോക്കൺ ക്രിപ്റ്റോ കറൻസി ആണ് അറിയുമില്ല. നോ ഇറ്റ്സ് ക്രിപ്റ്റോ കറൻസി അതിന് ഞാൻ 13 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. മാസം 68,000 രൂപ വന്നോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വരുമല്ലേ? ഓക്കെ സന്തോഷം വിടുന്ന് പറഞ്ഞ പക്ഷെ തിരികെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. ഈ ബെൽടെക്സ് കോയിൻ ഈ ക്രിപ്റ്റോ കറൻസി ഇത് എവിടെ വെച്ചാൽ അയാളൊക്കെ വിട്ടിച്ച് സർ ഇത് ടയർ 350 ഇൻഫർമേഷൻ വരുന്നു. ഞാൻ സിമ്പിളാ ഒരു കാര്യം പറയട്ടെ. ഒരു 4 വർഷത്തിന് മുമ്പ് പോയ പക്ഷേ ഇലക്ഷന് പോത് സേലത്തിന് ഞാൻ മോഹൻ കുമാരമംഗലത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 20 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ പേര് ഗ്രാൻഡ് എസ്റ്റൻഷ്യ. സേലത്തിൽ ഗ്രാൻഡ് എസ്റ്റൻഷ്യയിലാണ് ഞാൻ ഇരുന്നത്. ഒരു 20 ദിവസം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെമിനാർ റൂം ഇട്ടുകൊണ്ട് വന്നിരിക്കും എല്ലാവരും. നോട്ടൊക്കെ എടുത്തിട്ട് വരും. ഈ ബെൽടെക്സ് കോയിനെ വെച്ച് സെമിനാറൊക്കെ നടത്തും. ആള് പിടിച്ച കമ്മീഷൻ എന്നാണ് കഥ. എല്ലാവരും നോട്ട്സൊക്കെ എടുത്ത് വളരെ നോട്ട്സൊക്കെ വച്ചിരിക്കും. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ ബെൽടെക്സ് കോയിൻ എന്ന് പറയുന്നതിൽ ഒരു പീപ്പിൾ ഒരു ക്രിപ്റ്റോ കോയിൻ ഇൻ ഹോങ്കോങ്ങിലാണ്. അത് $1,000,000 പോയിക്കൊണ്ടിരിക്കും. അത് ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അർമാൻ എന്ന് വിചാരിക്കുന്ന ആളുടെ പേര് ആ വെബ്സൈറ്റിൽ ഇരുന്ന് തന്നെ അർമാൻ എന്ന് പറയുന്ന വെബ്സൈറ്റിന് എന്താ മെനമാക്കി നീ ആനെ പിടിക്കുവാണെങ്കിൽ നിനക്ക് അതിന് കമ്മീഷൻ. ഒരു 10 പേരിന് വെച്ച് നീ 2 ലക്ഷം രൂപ കെട്ടുവാണെങ്കിൽ അത് തന്നെ ഡിവിഡൻഡ് അതിനെ കോയിനായിട്ട് കൊടുക്കും. ക്യാഷാ കൊടുക്കുമോന്ന് എനിക്ക് അറിയത്തില്ല. റൈറ്റാ ഇത് ഒരു സ്കാമാണ്. സ്കാം എന്ന് ഇങ്ങനെ പറയുന്നു വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് ബെൽടെക്സ് സ്കാമിന് നിങ്ങൾ ഇടുവാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരയ്ക്കും കാര്യം പോകും. ആവരി പോലീസ് സ്റ്റേഷനിൽ ഈ സ്കാം റിലേറ്റഡ് ആയിട്ട് ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. ഗോവയെ എന്ത് പറയാമെന്ന് വെച്ചാൽ എൽഡെക്സ് എന്ന് പറയുന്നത് ഒറിജിനൽ കോയിൻ. പക്ഷേ ഈ വെബ്സൈറ്റ് ചെയ്യുന്നതൊന്നും ഒറിജിനൽ കോയിൻ അല്ല എന്നാണ് ഗൂഗിളൊക്കെ പറയുന്നത്. കഴിഞ്ഞ ഒരു ന്യൂസ് പറഞ്ഞു തന്നെ ഈ ആവടി പോലീസ് സ്റ്റേഷൻ മാറ്റർ വെളിയിൽ വരുന്നു. അതേ മാറ്ററിൽ എന്ത് പറയുമെന്ന് വെച്ചാൽ ഭാരത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ഇതിൻ്റെതായിട്ട് ക്രിമിനൽ കേസ് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഇപ്പോൾ റിസർവ് ബാങ്ക് എന്ത് പറയുമെന്ന് വെച്ചാൽ സൈറ്റ് പേരിന് മാറ്റി എന്നാണ് പറയുന്നത്. നമ്മൾ ആളും കക്ഷിയിലിരുന്നാലും എതിർ കക്ഷിയിലിരുന്നാലും ഒരു പുറപ്പായിട്ടുള്ള ഒരാൾ എന്ത് പറയുമെന്ന് റിസർവ് ബാങ്ക്, സെബി, IRBA, PFRBA ആൻഡ് ഫൈനാൻഷ്യൽ റെഗുലേറ്റർ ഇരിക്കുന്നു. റെഗുലേറ്റർ കറക്റ്റായി അല്ലാതെ ഓഫീസിനൊന്നും നോക്കാതെ ഓഫീസിൽ നിങ്ങൾ പോയെങ്കിൽ അവിടെ സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കും. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. സംശയം മുമ്പെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കാം. രജിസ്ട്രേഷൻ നമ്പറിന് നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് തെറ്റില്ല. ഇങ്ങനെ താശാന് ബെനിഡെക്സ് അപ്പുറം തന്നെ എന്നിങ്ങനെ മനസ്സിലാക്കണം. ഇതിന് മൈക്രോ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനി അവ സോഫ്റ്റ്വെയർ ഇട്ടുകൊണ്ട് കോയിൻ അക്യുമുലേറ്റ് ചെയ്ത് അത് കയറുന്ന സമയം അതിന് ഒരു പോക്സി പോലെ ആയി. എന്ത് ചെയ്തെന്ന് വെച്ചാൽ തവൻ ഇട്ടാണ് ബിറ്റ് കോയിൻ വാങ്ങിയിരിക്കുന്നു. ഈക്വിറ്റി ഷെയറിന് കൊടുത്ത് ബിറ്റ് കോയിൻ വാങ്ങിയിരിക്കുന്നു. ടോട്ടലായിട്ട് 3 to 4% ഓഫ് ഓൾ ബിറ്റ് കോയിൻ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. മാസം ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ വിൽക്കാതെ പുതിയതായിട്ട് റൈസ് ചെയ്ത പ്രകാശന ഇക്വിറ്റി കൊണ്ടുവന്ന് ക്ലാസിക് പോളിസി സ്കീം
ബേർണി മേഡ ചെയ്തതുപോലെ മുമ്പേ കാശിട്ടവർക്ക് അത് ഇക്വിറ്റിപ്പല്ലോ ആ കാശിലിരുന്ന് കൊടുക്കുന്നത് 2027 ഡിബഞ്ചറിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയം വരും. ഇപ്പൊ അവൻ വിറ്റു എന്ന് വെച്ചോ കിട്ടിയ അടിവിടും. ഇതാണ് ക്രിപ്റ്റോ. വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ബ്ലൂംബർഗിലും ന്യൂയോർക്ക് ടൈംസിലും വന്നിട്ടുണ്ട് മൈക്രോ സ്ട്രാറ്റജി. നിങ്ങൾ എന്നെ വായിച്ചാൽ അതിനെ മനസ്സിലാക്കണം. ഓക്കെ സർ, ഫൈൻ. അടുത്തത് ആർട്ടാസ് ലവ് ടൈം റെസ്പോൺസിബിലിറ്റി. ഇത് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവനെ വായിക്കുമ്പോൾ എന്ത് തോന്നിയെന്ന് വെച്ചാൽ ആൻഡ്രസ് മിസ്ത്രി എഴുതിയ ലെറ്ററാണ് എൻ്റെ ഓർമ്മിച്ചു വന്നത്. അത് വെരി ലൈക്കുമ്പോൾ അവർ ഒരു ലെറ്റർ എഴുതിയായിരുന്നു റിട്ടേൺ ഡാറ്റയെ കുറിച്ച്. ഞാനോ വേണ്ടാന്ന് ഒരുപാട് വട്ടം പറഞ്ഞു. ഇത് വലിയ ലോസ് മേക്കിംഗ് വിടാൻ ഒരുപാട് വട്ടം പറഞ്ഞു. ഇപ്പം അതിന് റേറ്റിൻ്റെ ഇങ്ങനെയാണ് ആ ലെറ്ററിൽ അയാൾ എഴുതിയിരുന്നത്. അത് റിസൈൻ ചെയ്യുന്ന സമയമായിരുന്നു 2017-18 ആ സമയം. അപ്പോൾ ടാറ്റാസിൻ്റെ ലോങ് ടൈം റെസ്പോൺസിബിലിറ്റി എന്ന് അവർ പറയുമ്പോൾ എനിക്ക് ആ തോട്ട് തന്നെ വന്നു. ഇത് ലോസ് മേക്കിംഗ് ആയിരുന്നാലും കൂടെ 2 விஷயம் பையன். ஐரஸ் எந்த பேர் പറഞ്ഞേ? ഫൈറസ് മിസ്ത്രി. ലാസ്റ്റ് പേര് എന്ത്? ഫൈറസ് മിസ്ത്രി. മിസ്ത്രി എന്ന് പറയുന്നതാണ് ലാസ്റ്റ് പേര്. മിസ്ത്രി എന്ന് വെളിയിൽ പോയി അറിയാമോ? അറിയൂല. സോ മിസ്ത്രി എന്ത് ചെയ്തത് എനിക്കൊന്നും അറിയൂല. തൂക്കി അവിടെ ഇരിക്കാൻ വെച്ചു. അത് കാരണം നിയാലി ഡാഷ് എന്ത് പേര്? ടാറ്റ. എന്ത് പേരാണ് നാസൻസ് ടാറ്റ? എപ്പോഴൊക്കെ പേര് അറിയാമോ? അറിയാം. ആസ്തി മുഖ്യമോ ബ്രാൻഡ് മുഖ്യമോ? ഉണ്ട്. ബിസിനസ്സിൽ അവിടത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് അതുകൊണ്ട് നടത്താൻ പറ്റാതെ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താവും? ആൻഡ് പോകും. അത്രയും തന്നെ. അപ്പോ അല്ലേ അതെ പറയുമെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ ആരം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. വലിയ സ്റ്റാർട്ട് ചെയ്ത കമ്പനി. വെള്ളിയാഴ്ച ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ആ കുടുംബത്തിൽ. 54 year old സിമോൺ ടാറ്റ മരിച്ചിരിക്കുന്നു. ഇവർ വന്നിട്ട് ന്യൂനി ടാറ്റയുടെ അമ്മയാണ്. അവിടെ തന്നെ ലാക്മി എന്ന് പറയുന്ന ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ലാക്മി ബ്രാൻഡിന് ചാൻസ് കൊടുത്തത് എന്നിട്ട് ജിയാബി ടാറ്റ പീച്ചി എന്ന് പറഞ്ഞ് അവർക്ക് ചാൻസ് കൊടുത്ത് 1961 അവരുടെ ആ കമ്പനിക്ക് മാനേജ് ഡയറക്ടറായി പോയിട്ട് അങ്ങനെ ലാക്മീനെ തുടങ്ങി. ലാക്മി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേര്. ആ ബ്രാൻഡ് മുമ്പിൽ ഇരുന്നു ഈ അമ്മ ടേക്ക് ഓവർ ചെയ്ത് വെളിവാക്കി. എന്നാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒപ്പം ജോയിന്റ് വെഞ്ചർ ഇട്ടായിരുന്നു. ആ ജോയിന്റ് വെഞ്ചറിന് വിറ്റ് ഒരു 200 കോടി രൂപ കിട്ടി. അതിനെ വെച്ച് തന്നെ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. ആ അമ്മ തന്നെ ട്രെൻഡിന്റെ ആദ്യത്തെ മുതലാളി. ഇത് കാരണം നിയോൺ ടാറ്റയ്ക്കും എന്ത് തോന്നുന്നു വെച്ചാൽ JRB തന്നെ നിങ്ങളെ അമ്മയ്ക്കും പ്രൂവ് ഹെർസെൽഫ്. ഏവ സ്ട്രീറ്റിൽ പോയാണ് ലാക്മി ആയിരിക്കും അവിടെ. അതിനെ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ അമ്മ. ഇല്ല ബ്രാൻഡ് ഉണ്ടായിരുന്ന അത് നെലി പോളിഷ് ഇടാൻ തുടങ്ങിയത് എൻ്റെ അമ്മ. അമ്മയ്ക്ക് മുമ്പ് ആ നെലി പോളിഷ് ബ്രാൻഡും ഇല്ല. ചാൻസ് കൊടുത്തത് JRD ആണ്. തൻ ടാറ്റയ്ക്ക് എങ്ങനെ JRBയുടെ മുകളിൽ ഒരു റെസ്പെക്റ്റ് ഇരുന്നോ ആ മര്യാദ ഇവർക്കും ഇരിക്കും. JRB വന്നിട്ട് 10 കമ്പനി ആയിട്ട് ഇരുന്നതമേ പോകുന്നതിന് മുമ്പ് അതിനൊരു വലിയൊരു ആലമരമായിട്ട് മാറ്റിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കമ്പനി എയർ ഇന്ത്യ. അതിന് വിടുമാതെ എൻ്റെ അപ്പൂപ്പൻ ഇരുന്നു. എൻ്റെ അപ്പൂപ്പൻ ഒരു 4 കമ്പനി കിട്ടി. എൻ്റെ അപ്പൂപ്പൻ അതിനൊരു 15 കമ്പനി ആയിട്ട് മാറ്റിയിരിക്കുന്നു. ECS എന്നൊരു കമ്പനി കൊടുത്തിരിക്കുന്നു. എന്നാൽ വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വർഷത്തിന് 40,000 കോടി അവർക്ക് കിട്ടുന്നു. എന്നോട് ഇത് ആശയോട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അമ്മായി നടത്തിക്കൊണ്ടിരുന്നു. ഗവൺമെന്റ് അവന് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിരിക്കുന്നു. അന്ന് അടിച്ചു പിടിക്കുന്നത് ഗവൺമെന്റ് അടിച്ചു പിടിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ് തിരിച്ചു തൂക്കിയിട്ട ബൊമ്മയെ ബോറി തന്നെ വാങ്ങിയിരിക്കുന്നു. ആ ബൊമ്മയെ ഈ കുറച്ചെടുത്ത് ഒളിന്ന് ഒഴിക്കുമോ? അതിനൊക്കെ എവിടെയെങ്കിലും ഇടുമോ? തന്നെ ചെയ്യും. ബിസിനസ്സാണെങ്കിൽ അവനൊക്കെ കുപ്പത്തെ പേര് റബൻ പാറ്റ പറഞ്ഞു. ഇൻഡസ്ട്രിയലിസ്റ്റ് ബട്ടോറൊക്കെ ബിസിനസ് മാൻ. ഇതിന് അപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് എന്തിനും ഡിഫറൻസ് ഇരിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു ചന്ദ്രയ എയർ ഇന്ത്യ നോക്കിയാൽ ചന്ദ്രയില്ല എയർ ഇന്ത്യ ഉണ്ടാവും. ഇവരാവുന്ന ചന്ദ്ര അതിനെ പറഞ്ഞു. അതെ മനസ്സിലായി സാർ. സോ ഒരു ഷെയർ 1 ലെയർ നോക്കുമ്പോൾ അപ്പൊക്കെന്നെ ആ ഓർമ്മ വന്നു പോയി സാർ. എന്നെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു സാർ. ഓക്കെ സാർ, ഫൈൻ, താങ്ക് യു സാർ. ഇതൊക്കെയാണ് ഈ ആഴ്ചക്കുള്ള ചോദ്യങ്ങൾ.